ഈ തടാകവുമായിട്ട് എനിക്കൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട്. എത്ര ജന്മങ്ങൾക്കു മോക്ഷഗംഗാനി, എത്ര ജന്മങ്ങൾക്കു പുണ്യതീർത്ഥം, ഇതിഹാസത്താളിൽ ഇടം തേടി നിൽക്കുമ്പോൾ ഇടറാതെ പതറാതെ ഒഴുകി നിൽപ്പൂ നീ, ഇടയൻ്റെ ചുണ്ടിലെ വേണുഗാനം പോൽ. എത്ര ജന്മങ്ങൾക്കു മോക്ഷഗംഗാനി, എത്ര ജന്മങ്ങൾക്കു പുണ്യതീർത്ഥം, ഇതിഹാസത്താളിൽ ഇടം തേടി നിൽക്കുമ്പോൾ ഇടറാതെ പതറാതെ ഒഴുകി നിൽപ്പൂ നീ, ഇടയൻ്റെ ചുണ്ടിലെ വേണുഗാനം പോൽ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്താണ്. കൊല്ലം ജില്ലയിലെ 8.5 ലക്ഷത്തോളം ആളുകൾക്ക് കുടിനീരേകുന്ന കുടിനീരുറവയാണ് ശാസ്താംകോട്ട തടാകം. ഈ തടാക തീരത്ത് വെച്ച് ഒരു കവിയെ പരിചയപ്പെട്ടു. ഈ തടാകത്തെക്കുറിച്ച് കവിത എഴുതിയ ശ്രീ ശാസ്താംകോട്ട അജയ്കുമാർ. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കൊന്ന് കാണാം. നമസ്കാരം. സാറേ, ശാസ്താംകോട്ട തടാകത്തെക്കുറിച്ച് ഇങ്ങനൊരു കവിത എഴുതാനുള്ള കാരണം എന്താ? ഈ ശാസ്താംകോട്ട തടാകത്തെക്കുറിച്ച് കവിത എഴുതാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോഴേ, ഈ തടാകവുമായിട്ട് എനിക്കൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കവിതകളും ഞാൻ എഴുതുന്നതും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നതും സ്വാഭാവികമായിട്ടും ഈ തടാക തീരത്ത് വന്നിരുന്ന് കുന്നുകളുടെ ആ ഓരത്ത് വന്നിരുന്ന് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, കാര്യം എന്ന് പറഞ്ഞാൽ ഈ കവിയരങ്ങനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അപ്പം ഓരോ ദിവസവും നമ്മൾ നാളെ ഒരു കവിയരം കൊണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് വന്ന് പാടിപ്പടിച്ച് പെർഫെക്റ്റായിട്ട് ഇവിടെ നിന്ന് പാടിപ്പടിച്ച് പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഒരു ശാന്തത ഇവിടെ ഉണ്ട്. അതെ ഒരു പെർഫെക്റ്റായിട്ട് പോകണം എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നിരുന്ന് പാടിപ്പടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഇവിടെ വന്നിരിക്കും. പിന്നെ മാത്രമല്ല, ജനിച്ചു വളർന്ന ആളാണ്. അതെ ജനിച്ചു വളർന്ന, അതുകൊണ്ടാണല്ലോ പേരിനൊപ്പം ഈ നാടിൻ്റെ പേരൂടെ. അതെ ഇപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമല്ലേ? വളരെ പരിതാപകരമാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ അതൊരു ബന്ധമാണ്, ഈ കായലും ഞാനും തമ്മിലുള്ളൊരു ബന്ധം. അപ്പം നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ കായലിൻ്റെ ശോച്യാവസ്ഥ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ 2012 കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ കായൽ മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ കൊടും വേനൽ വന്നിട്ട് ഇല്ല കല്ലട ബണ്ടുണ്ടല്ലോ, കാര്യം എന്ന് പറഞ്ഞാൽ പുഞ്ചയും അതുപോലെ തന്നെ കായലും തമ്മിൽ വേർതിരിക്കുന്ന വേർതിരിക്കുന്ന ആ ബണ്ടില്ലേ, ആ ബണ്ടിൻ്റെ അടുത്തുനിന്ന് കായലിനുള്ളിലോട്ട് ഏതാണ്ട് ഏക്കറണക്കിന് ഉള്ള സ്ഥലം. അതുപോലെ തന്നെ ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളില്ലേ, ആ ഭാഗമൊക്കെ എന്ന് പറയുമ്പം അതെ അങ്ങനെ കായൽ ഉൾവലിഞ്ഞു അല്ലെങ്കിൽ നീങ്ങി എന്ന് പറയാം. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഇതിൻ്റെ സയൻറ്റിസ്റ്റുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ശാസ്താംകോട്ട തടാകത്തിൻ്റെ അടിത്തട്ടിനൊരു പ്രത്യേകതയുണ്ട്, ലെവലുണ്ട്. ഈ ലെവലിനെക്കാട്ടും അടിത്തട്ട് താഴ്ത്തിക്കൊണ്ട് പടിഞ്ഞാറേക്കല്ലടയിലെ പാടശേഖരങ്ങളിൽ മണലൂറ്റ് നടന്നു. ഈ മണലൂറ്റ് നടത്തി അത്രത്തോളം മണലെടുത്ത് മാറ്റിയപ്പോൾ ഈ തടാകത്തിന്റെ അടിത്തട്ടിനെക്കാട്ടും ആഴം അവിടെ കൂടി. ഇത് ഭൂഗർഭ ജലമാണല്ലോ. ഈ തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് എവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമല്ല, മഴവെള്ളം മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഉറവകളാണ്, ചെറിയ ഊറ്റുകളും ഉറവകളും നിന്ന് അങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. മറ്റൊരു കായലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെ ഈ ഉറവകൾ എന്ന് പറയുമ്പോൾ കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ 8ഓളം കുന്നുകൾ ഉണ്ടായിരുന്ന ഈ തടാകത്തിന്റെ പരിസര പ്രദേശങ്ങൾ കല്ലുവെട്ടി മണലെടുത്തും മണ്ണെടുത്തും യന്ത്രങ്ങൾ ഉപയോഗിച്ച് നശിപ്പിച്ചതിന്റെ ഒരു പിന്തുടർച്ചയാണ് ഈ തടാകത്തിന്റെ ഒരു നാശം. ഇതിൽ ഉണ്ടായിരുന്ന നത്തയ്ക്ക എന്ന് പറയുന്ന ഒരു പ്രകൃതി വിഭവം, മത്സ്യം ഇത് നശിച്ചുപോയി. ഇവിടുത്തെ ജലത്തിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്. അത്യാവശ്യം ഇതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. എന്ന് പറയുന്ന മത്സ്യം ഉണ്ടായിരുന്നല്ലോ, അരി കൊടുക്കുക എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഈ തടാകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷെ ഫണ്ടുകൾ എല്ലാ വർഷവും 100 കോടി 200 കോടി 300 കോടി എന്ന് പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ തടാകത്തെക്കുറിച്ച് സാർ കവിത എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ആ കവിത
പ്രേക്ഷകരിലേക്ക് എത്തണമെന്നുണ്ട്. ഏത് വർഷമാണ് ഈ കവിത എഴുതിയത്? ഞാൻ ഏകദേശം ഒരു 2012 കാലഘട്ടത്തിലാണ് ഈ കവിത എഴുതുന്നത്. അപ്പം എന്നോട് ചോദിച്ചു ഇതിനുള്ള സാഹചര്യം എന്താണ്, ആ കവിത എഴുതാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കായലിനെക്കുറിച്ച്, ഇതിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് പത്രത്തിലൊരു ലേഖനം ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഈ കായൽ എൻ്റെ ഓരം ചേർന്ന് ഏതാണ്ട് 4 ചതുരശ്ര കിലോമീറ്ററിൽ മേൽ എന്താണ് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ വിസ്തൃതിയുള്ള കായലാണ്. ഈ കായലിന് ചുറ്റും ഇങ്ങനെ നടക്കുകയുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഭരണിക്കാവ് ക്ഷേത്ര കടവിൽ നിന്നും ഞങ്ങൾ നടന്ന് കിലോമീറ്ററോളം കപ്പലണ്ടിയും വാങ്ങിച്ച് കുറിച്ചുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ബോണ്ടഡ് ബന്ധം നമുക്ക് ഈ കായലുമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ കായൽ സംരക്ഷണത്തിന്, ഇപ്പം ആൻഡേഴ്സൺ പറഞ്ഞതുപോലെ കായൽ സംരക്ഷണത്തെക്കുറിച്ച് ആൾക്കാർ ഘോരഘോരം എന്താണ്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഫണ്ട് അനുവദിച്ചിട്ട് അത് സാങ്ഷനായി കിട്ടുന്നില്ല, അത് വകമാറ്റി ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും പിന്നെ ഈ കായലിന് ചുറ്റും സംരക്ഷണ മതിൽ കെട്ടണമെന്നും പിന്നെ ഈ ലോക ജലദിനത്തിൽ ആൾക്കാർ ഇവിടെ വന്ന് ഈ കായലിലേക്ക്, അതെ ഈ കായലിലേക്ക് കൈ നീട്ടി, ഞാനും അതിൽ പങ്കെടുത്ത കൂട്ടത്തിലാണ്, കൈ നീട്ടിക്കൊണ്ട് പ്രതിജ്ഞ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നാടകം ഒരുപാട്, അതുപോലെ തന്നെ പക്ഷെ നാളിതുവരെയും ഈ തടാകത്തിനെ പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ഒരു പദ്ധതികളും വന്നിട്ടില്ല. പദ്ധതികൾ കടലാസിൽ ഒരുപാട് വരുന്നു, കോടാനുകോടി രൂപ ഇതുവരെ ചെലവാക്കിയതായിട്ട് കണക്കുകൾ കാണിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു മണ്ഡപവും ഇതിനൊരു തറയോട് പാകലും ഒരു സ്റ്റെപ്പൊക്കെ കെട്ടിയതല്ലാതെ ഇത് തടാകത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ഈ തടാകം വേനലിൽ ഭയങ്കരമായിട്ട് വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. 1997 മുതലുള്ള വേനൽ ഈ തടാകത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തടാകത്തിൻ്റെ അടിത്തട്ട് ചെളികൾ, അതിനെന്താ ചേറുയർന്നു വരിക, അങ്ങനെ ചേറുയർന്നു വന്ന് തുരുത്തുകൾ രൂപപ്പെട്ട് ഈ തടാകം നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ പെയ്തിട്ട് നല്ല വെള്ളമുണ്ട് കായലിൽ. അതിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാം. അതായത് ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശം ഇപ്പോഴും പ്രയോജനപ്പെടുത്താതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. അവിടെ നിന്നുകൊണ്ട് സാർ എന്തായാലും എഴുതിയ കവിത ഞങ്ങൾക്കൊന്ന് കേൾക്കണം. ശരി, നമുക്ക് പാടാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഒരു ജലസ്ഥലി മൃതപ്രായമായി കിടക്കുന്നു, അധികാരവർഗവും ഉദ്യോഗസ്ഥ വൃന്ദവും പുറംതിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ആ അവസ്ഥ, അല്ലെങ്കിൽ ഈ ജലസ്ഥലിയുടെ ഈ അവസ്ഥ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ മുറിപ്പാടുകളാണ് ഈ കവിത. മൃതിഗീതം. എത്ര ജന്മങ്ങൾക്കു മോക്ഷഗംഗാനി, എത്ര ജന്മങ്ങൾക്കു പുണ്യതീർത്ഥം, ഇതിഹാസത്താളിൽ ഇടം തേടി നിൽക്കുമ്പോൾ ഇടറാതെ പതറാതെ ഒഴുകി നിൽപ്പൂ നീ, ഇടയൻ്റെ ചുണ്ടിലെ വേണുഗാനം പോൽ. എത്ര ജന്മങ്ങൾക്കു മോക്ഷഗംഗാനി, എത്ര ജന്മങ്ങൾക്കു പുണ്യതീർത്ഥം, ഇതിഹാസത്താളിൽ ഇടം തേടി നിൽക്കുമ്പോൾ ഇടറാതെ പതറാതെ ഒഴുകി നിൽപ്പൂ നീ, ഇടയൻ്റെ ചുണ്ടിലെ വേണുഗാനം പോൽ. നീ എൻ്റെ അറിവിൻ്റെ പാഠശാല, നീ എൻ്റെ നിലവിലെ പുണ്യഗംഗ, നീ എൻ്റെ അറിവിൻ്റെ പാഠശാല, നീ എൻ്റെ നിലവിലെ പുണ്യഗംഗ, നീ എൻ്റെ കവിതയ്ക്കു ഊർജരേണു, നീ എൻ്റെ കവിതയ്ക്കു തുടിതാളമേളം, നീ എൻ്റെ പാട്ടിൻ്റെ കാതായി നിന്നപ്പോൾ കളകളം പെയ്തു നീ ഒഴുകിയില്ലേ, നീ എൻ്റെ കഥയുടെ കാതായി നിന്നപ്പോൾ നോവുകൾ വർഷമായി പെയ്തൊഴിഞ്ഞില്ലേ, നീ എൻ്റെ പാട്ടിൻ്റെ കാതായി നിന്നപ്പോൾ കളകളം പെയ്തു നീ ഒഴുകിയില്ലേ, നീ എൻ്റെ കഥയുടെ കാതായി നിന്നപ്പോൾ നോവുകൾ വർഷമായി പെയ്തൊഴിഞ്ഞില്ലേ. നിന്നോരം ചേർന്നു ഞാനെത്ര നടന്നു, നിന്നെ അറിയുവാൻ നിന്നിൽ അലിയുവാൻ,
നിന്നോരം ചേർന്നു ഞാനത്ര നടന്നു, നിന്നെ അറിയുവാൻ നിന്നിൽ അലിയുവാൻ. നേർത്തൊഴുകുന്നു നിൻ നേർപടം കണ്ടൻ്റെ പ്രാണൻ പിടയുന്നു, നാവു വരളുന്നു നീറും നിലവിലെ നോവും നദിയായി നീയൊഴുകുന്നു. നിലാവിലെ ജീവനദിയായി നീയൊഴുകുന്നു. നിന്നോരം ചേർന്നു ഞാനെത്ര നടന്നു, നിന്നെ അറിയുവാൻ നിന്നിൽ അലിയുവാൻ. നേർത്തൊഴുകുന്ന നിൻ നേർപടം കണ്ടൻ്റെ പ്രാണൻ പിടയുന്നു, നാവു വരളുന്നു നീറും നിലവിലെ നോവും നദിയായി നീയൊഴുകുന്നു. നിലാവിലെ ജീവനദിയായി നീയൊഴുകുന്നു. നിൻ ഹരിത തീരങ്ങളെങ്ങു മറഞ്ഞു, കാനന കാന്തി ഇതെങ്ങോ മറഞ്ഞു. നിൻ ഹരിത തീരങ്ങളെങ്ങു മറഞ്ഞു, കാനന കാന്തി ഇതെങ്ങോ മറഞ്ഞു. നിൻമടി കുത്തി തഴിക്കുവതാര്, നിൻ കുജാഗ്രങ്ങൾ ഞെരിക്കുവതാര്, നിന്നിണമുറ്റി കുടിക്കുവതാര്. നിൻ ഹരിത തീരങ്ങളെങ്ങു മറഞ്ഞു, കാനന കാന്തി ഇതെങ്ങോ മറഞ്ഞു. നിൻമടി കുത്തി തഴിക്കുവതാര്, നിൻ കുജാഗ്രങ്ങൾ ഞെരിക്കുവതാര്, നിന്നിണമുറ്റി കുടിക്കുവതാര്. നിന്നെഞ്ചു കത്തി പുകയും വേളയിൽ നെഞ്ചിത കൂട്ടുവാനേറെയുണ്ടാളുകൾ. നിന്നെഞ്ചു കത്തി പുകയും വേളയിൽ നെഞ്ചിത കൂട്ടുവാനേറെയുണ്ടാളുകൾ. നിന്നൊപ്പം കേഴുവർ നിന്നോളം നീളത്തിൽ ജാഥയൊരുക്കുവർ. നിൻ ചുറ്റും കോട്ടകൾ കെട്ടുവാനോടുവർ. നിന്നെഞ്ചിൽ തൊട്ടു പ്രതിജ്ഞ ചൊല്ലിക്കുവർ ഏറ്റുചൊല്ലും അവർ. നിന്നെഞ്ചു കത്തിപ്പുകയും വേളയിൽ നിൻചിത കൂട്ടുവാനേറെയുണ്ടാളുകൾ. നിന്നൊപ്പം കേഴുവർ നിന്നോളം നീളത്തിൽ ജാഥയൊരുക്കുവർ. നിൻ ചുറ്റും കോട്ടകൾ കെട്ടുവാനോടുവർ. നിന്നെഞ്ചിൽ തൊട്ടു പ്രതിജ്ഞ ചൊല്ലിക്കുവർ ഏറ്റുചൊല്ലുന്നവർ. നീ മാധ്യമങ്ങൾക്കു ചർച്ചാ വിഷയം, രാഷ്ട്രീയക്കാർക്കുന്നു വോട്ട് ബാങ്ക്. നീ മാധ്യമങ്ങൾക്കു ചർച്ചാ വിഷയം, രാഷ്ട്രീയക്കാർക്കുന്നു വോട്ട് ബാങ്ക്. നിന്നെ വസ്ത്രാക്ഷേപം ചെയ്തു വിറ്റുണ്ണുന്നു നിൻ കണ്ണീർ കാണുവാനാളില്ലിവിടെ. അമ്മേ നീ എൻ പെറ്റമ്മയല്ലേ പോറ്റമ്മയല്ലേ. അമ്മേ നീ എൻ പെറ്റമ്മയല്ലേ പോറ്റമ്മയല്ലേ. അമ്മിഞ്ഞപ്പാലിൻ മാധുര്യമോർത്തു ഞാൻ മിഴിപാതി ചാരി ഒരൽപ്പമിരുന്നോട്ടെ. നിൻമടിത്തട്ടിൽ ചാഞ്ഞു മയങ്ങട്ടെ. അമ്മേ നീ എൻ പെറ്റമ്മയല്ലേ പോറ്റമ്മയല്ലേ. അമ്മിഞ്ഞപ്പാലിൻ മാധുര്യമോർത്തു ഞാൻ മിഴിപാതി ചാരി ഒരൽപ്പമിരുന്നോട്ടെ. നിൻമടിത്തട്ടിൽ ചാഞ്ഞു മയങ്ങട്ടെ. അധികാരഗർവമേ മിഴി നീ തുറക്കുക, ഭരണതൽപ്പത്തിൽ നിന്നൽപ്പമിറങ്ങുക. അധികാരഗർവമേ മിഴി നീ തുറക്കുക, ഭരണതൽപ്പത്തിൽ നിന്നൽപ്പമിറങ്ങുക. മൃതിരോധനത്തിനു കാതു കൊടുക്കുക, തുടിതാളമേളം തിരികെ കൊടുക്കുക. മൃതിരോധനത്തിനു കാതു കൊടുക്കുക, തുടിതാളമേളം തിരികെ കൊടുക്കുക. ഒരു യുഗസന്ധ്യ പൊലിഞ്ഞമരുന്നു, ഒരു സംസ്കൃതിയിത വീണുടയുന്നു. ഒരു യുഗസന്ധ്യ പൊലിഞ്ഞമരുന്നു, ഒരു സംസ്കൃതിയിത വീണുടയുന്നു. നല്ലവർ മരിക്കുമ്പോൾ കണ്ണീർ മഴ, കായൽ മരിക്കുമ്പോൾ പെയ്യും മഴ. നല്ലവർ മരിക്കുമ്പോൾ കണ്ണീർ മഴ, കായൽ മരിക്കുമ്പോൾ പെയ്യും മഴ. കായൽ മരിക്കുമ്പോൾ പെയ്യും മഴ, കായൽ മരിക്കുമ്പോൾ പെയ്യും മഴ.